Welcome back to Bosco Campus Vision. This is Ansi, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is the 16th lecture of Digital Marketing. Topic: Influencer Marketing. First of all, we have to discuss what is influencer marketing. Influencer marketing is one of the best ways to quickly build your brand online and raise awareness among your target audience. Influencer marketing is growing faster than digital advertisements. Influencer marketing should be an active tactic in your social media marketing to increase brand awareness. അതായത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ എന്തായിരിക്കും ബ്രാൻഡിനെ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ, അതായത് യൂട്യൂബിലോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ രൂപത്തിലോ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്ററാണ്. ബ്രാൻഡ് അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ആക്റ്റീവ് ടാക്റ്റിക്കാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളെയാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അതായത് ഈ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി കാണുമല്ലോ, ആ വ്യക്തിയെ പറയുന്ന പേരാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മാർക്കറ്റിങ്ങിന് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പേര് കിട്ടിയത് തന്നെ. Then what are the benefits of influencer marketing? First one, quickly builds trust. Second one, improves brand awareness. Third one, enriches your content strategy. Fourth one, effectively reaches your target audience. Fifth one, provides amazing value to your audience. Last one is builds winning partnerships. First one is quickly build trust. Influencers have built relationships, trust and credibility with their fans. People respect their content and recommendations. By sharing an influencer's content, you will soon gain their attention and they will begin sharing yours, putting your messages in front of an actively engaged audience. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസർക്ക് ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് അയാളുടെ ഫോളോവേഴ്സിന് വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ള പവർ, അതായത് ഒരു ഡിസിഷൻ മേക്കറാണ് ആരെന്ന് പറയുന്നത്, ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻഫ്ലുവൻസർക്ക് കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതുവഴി കസ്റ്റമേഴ്സിന് ഈ ഇൻഫ്ലുവൻസറോട് എന്തായിരിക്കും, ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനോട് നല്ല റിലേഷൻഷിപ്പും ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കണം. സെക്കൻഡ് വൺ ഈസ് ഇംപ്രൂവ്സ് ബ്രാൻഡ് അവെയർനെസ്. ആസ് നോട്ടഡ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ക്യാൻ ഗ്രേറ്റ്ലി എക്സ്പാൻഡ് യുവർ റീച്ച് ആൻഡ് പൊസിഷനിങ് ഓൺലൈൻ. Social users will begin to know more about your brand, your story, who you are, and the solutions you offer. The key to maximizing influencer strategy is ensuring that you are providing valuable content that adds to their social media presence, also ensuring value on both sides. ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ആ കമ്പനിയുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ടോ അല്ലെ ബ്രാൻഡിനെ പറ്റിയിട്ടോ ഉള്ള ഇൻഫർമേഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഇൻഫ്ലുവൻസർ അറിഞ്ഞിരിക്കണം. ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വഴി സോഷ്യൽ മീഡിയയിലുള്ളവർക്കെല്ലാം നമ്മുടെ ബ്രാൻഡിനെ പറ്റിയിട്ടും പിന്നെന്താണ് അതിൻ്റെ കണ്ടൻസിനെ പറ്റിയിട്ടും എല്ലാവർക്കും എന്ത് ചെയ്തിട്ട് നല്ലൊരു അറിവ് ലഭിക്കുന്നു. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ആ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നത് വാല്യുബിൾ കണ്ടൻസ് ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യേണ്ടത്. ഈ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്ന കണ്ടൻസ് എപ്പോഴും വാല്യുബിൾ ആയിരിക്കണം. സോ ദ ഇൻഫ്ലുവൻസർ മസ്റ്റ് ബി എൻഷുർ ദാറ്റ് വാല്യുബിൾ കണ്ടൻസ് ആർ ടു ബി ആഡഡ് ഇൻ social medias. Next one, enriches your content strategy. It means sharing influencer content that can help fill in the gaps of your own content schedule. This works well in situations where you have run out of content ideas
who simply need some quality content to publish on your social pages. ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൽ ഇൻഫ്ലുവൻസറിൻ്റെ ഫോളോവേഴ്സാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസർ കണ്ടൻറ്റ് ഷെയർ ചെയ്യുന്നത് വഴി നമ്മുടെ കണ്ടൻറ്റ് സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നു, എൻറിച്ച് ചെയ്യാൻ സഹായിക്കുന്നു. Simply need some quality content to publish your own social pages. Fifth one, provides amazing value to your audience. At the heart of inbound marketing, delivering content that solves problems, educates and inspires your intended audience. Influencer marketing embraces this concept as influencers are already in tune with the needs of the people they serve. In turn, you can easily leverage their content to give value to your audience. ഇൻബൗണ്ട് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ലെക്ചേഴ്സിൽ നമ്മൾ നോക്കിയായിരുന്നു. നമ്മൾ പറഞ്ഞ ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ ഫേമസ് ആക്കുന്നത് ആരാണ്? ഈ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞു. കാരണം അവരുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവരുടെ മേഖലയിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളായിരിക്കും. അതുകൊണ്ട് തന്നെ അവരിലൂടെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ അവരുടെ പേജ് എന്ത് ചെയ്യുന്നു, ലൈക്ക് ചെയ്തോ അല്ലെങ്കിൽ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ തീർച്ചയായും എന്ത് ചെയ്യുന്നു, അത് കാണുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് പറഞ്ഞേക്കുന്നത്. ഇൻഫ്ലുവൻസർക്ക് അറിയാം ഏതൊക്കെ ആൾക്കാർക്ക് എന്തിലൊക്കെയാണ് താല്പര്യമെന്ന്. അങ്ങനെ ആ ഓഡിയൻസിലേക്ക് ഈ ബ്രാൻഡുകൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യാൻ ഈ ഇൻഫ്ലുവൻസർ സഹായിക്കുന്നു. അങ്ങനെ എത്തിക്കുന്നതിലൂടെ ഈ ഇൻഫ്ലുവൻസർക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നു. Next one is build winning partnerships. Connecting and engaging with an influencer can be the start of a powerful relationship. When you are in for the long haul, you never know where these connections could end. Possible joint ventures, live events and other opportunities may be in the works. എപ്പോഴും പവർഫുൾ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എപ്പോഴും അത് ആക്റ്റീവ് ആയിരിക്കുകയും വേണം. ഒരിക്കലും നമുക്ക് അറിയാനും പറ്റത്തില്ല എവിടെ വെച്ചാണ് എപ്പോഴാണ് ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നത് എന്നും. ഇതൊക്കെ പോസിബിൾ ആവുന്നതെന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് ജോയിൻറ്റ് വെഞ്ചേഴ്സ്, ലൈവ് ഇവൻസിൻ്റെയൊക്കെ കാര്യത്തിലായിരിക്കും പോസിബിൾ ആകുന്നത്. സോ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആർ ക്വിക്ക്ലി ബിൽഡ്സ് ട്രസ്റ്റ്, ഇംപ്രൂവ്സ് ബ്രാൻഡ് അവെയർനെസ്, enriches your content strategy, effectively reaches your target audience, provides amazing value to your audience. Last one is builds winning partnerships. ഇനി കമ്പനികൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ TV ആഡ്സ് വഴി കിട്ടുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. എന്നാൽ ഒരു ഇൻഫ്ലുവൻസർ വഴിയാണ് ഇത് നടത്തുന്നതെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. ഇതുവരെ പറഞ്ഞതിരുന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ബ്രാൻഡിനെ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളെയാണ് നാം ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. ഒരു ഇൻഫ്ലുവൻസർക്ക് ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിനെ അയാളുടെ ഫോളോവേഴ്സിനെ വാങ്ങിക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള പവർ ആർക്കുണ്ട്, ഇൻഫ്ലുവൻസർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻഫ്ലുവൻസറിനെ ഒരു ഡിസിഷൻ മേക്കർ ആണെന്ന് പറയാം. ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ ഫേമസ് ആക്കുന്നത് ഈ ഇൻഫ്ലുവൻസറാണ്. കാരണം അവരുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവർ മേഖലയിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ അവരുടെ പേജ് ലൈക്ക് ചെയ്തോ അല്ലെങ്കിൽ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ തീർച്ചയായും അത് കാണുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് കമ്പനികൾക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ അല്ലെ TV അഡ്വർടൈസ്മെൻറ്റ് വഴി കിട്ടുന്ന ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. എന്നാൽ ഒരു ഇൻഫ്ലുവൻസർ വഴിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. കസ്റ്റമേഴ്സിന് എപ്പോഴും ഇൻഫ്ലുവൻസറോടൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, എപ്പോഴും ക്രെഡിബിൾ ആയിരിക്കണം. പിന്നീട് എന്താണ്, ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എന്തായിരിക്കും അദ്ദേഹം അറിഞ്ഞിരിക്കണം. അത് വേണം കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആൻഡ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഒന്നുകൂടെ പറയാം, വാട്ട് ഈസ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആൻഡ്
What are the benefits of influencer marketing?